Welcome my dear students, welcome to our online class. Today we are going to discuss about commercialization of agriculture and Indigo revolt. Our first topic, what is commercialization of agriculture? Students, traditionally the Indian farmers were engaged in agriculture mainly to produce things only to meet the needs of their family and village. സ്റ്റുഡൻസ്, ഇന്ത്യയിലെ ഫാമേഴ്സ് പണ്ട് കാലം മുതലേ കൃഷി ചെയ്തിരുന്നത് അവരുടെ ഫാമിലിക്കും അവരുടെ വില്ലേജിനും എത്രയാണോ ആവശ്യം, എന്താണോ ആവശ്യം, അപ്പോൾ അത് ഫുഡ് ക്രോപ്പ് ആവാം, നെല്ലാവാം, വീറ്റാവാം, അവർക്ക് എന്താണോ ആവശ്യം ആ സാധനങ്ങളായിരുന്നു അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കർഷകർ, അവിടുത്തെ ഫാമേഴ്സ് മാർക്കറ്റ് ലക്ഷ്യമാക്കിയിട്ട് കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അങ്ങനെ ഫുഡ് ക്രോപ്പിന് പകരം അവർ അന്ന് മാർക്കറ്റിൽ ഏതിനാണോ, ഇപ്പോൾ കുരുമുളകിനാണോ ഇഞ്ചിക്കാണോ ഏതിനാണോ ഡിമാൻഡ് ഉള്ളത് അത് കൃഷി ചെയ്യാൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ഫാമേഴ്സ് നിർബന്ധിതരായി. ഇങ്ങനെ ഭക്ഷ്യവിളകൾക്ക് പകരം, നമ്മുടെ ഫുഡ് ക്രോപ്പിന് പകരം കൊമേഴ്ഷ്യൽ ക്രോപ്പ് വൻതോതിൽ എന്ത് ചെയ്തു, കൃഷി ചെയ്തു. ഈ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് അക്കാലത്ത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, വാട്ട് ഈസ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ? During the British rule, the farmers were compelled to cultivate crop according to the market needs. As a result, commercial crops were largely cultivated instead of food crops. This transformation is termed as commercialization of agriculture. Students, all of you understood what is commercialization of agriculture? Yes, what is it? അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ ഫുഡ് ക്രോപ്പിന് പകരം കൊമേഴ്ഷ്യൽ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു ചേഞ്ചിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. സ്റ്റുഡൻസ്, our next question, how the Indian land became the cultivating field of Europe? എങ്ങനെയാണ് ഇന്ത്യൻ ലാൻഡ്, കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ നമുക്കറിയാം ഹൈ ടാക്സ് കൊടുക്കണമായിരുന്നു ഇന്ത്യൻ ഫാമേഴ്സ്. അതുമാത്രമല്ല, ടാക്സ് പണമായിട്ട് തന്നെ കൊടുക്കണം. അതും എങ്ങനെ കൊടുക്കണം? കട്ട് ഓഫ് ഡേറ്റിന് മുന്നേ, ഡെഡ് ലൈനിൻ്റെ മുന്നേ തന്നെ ഇന്ത്യയിലെ ഫാമേഴ്സ് ബ്രിട്ടീഷുകാർക്ക് ടാക്സ് നൽകണമായിരുന്നു. ഈ ഒരു സിറ്റുവേഷനെ നേരിടുക എന്നുള്ളത് കർഷകർക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങൾ അതായിരുന്നു ഇന്ത്യൻ കർഷകർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റിനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഉയർന്ന വില ലഭിച്ചിരുന്നത്. അങ്ങനെ ഇന്ത്യയിലെ കൃഷിയിടങ്ങളെല്ലാം തന്നെ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ത്യൻ കൃഷിയിടങ്ങളെല്ലാം യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി. So students, all of you listen, our question is how the land of Indian land became the cultivating field of Europe. So all of you listen here. The Indian farmers had to pay high rate of tax in the form of cash before the deadline. To meet this, Indian farmers cultivated the crops that had a higher market price. The product that had demand in the European market were given higher price. Thus, the Indian land became the cultivating field of Europe. So students, all of you understood how the Indian land became the cultivating field of Europe? All of you listen this table. From this table you can identify the major crop that were widely cultivated in the British period. ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് കൃഷി ചെയ്തിരുന്ന ഒരു ക്രോപ്പായിരുന്നു ഇൻഡിഗോ. അത് കൃഷി ചെയ്തിരുന്ന റീജിയൻ പ്രദേശമെന്ന് പറയുന്നത് ബംഗാൾ, ബീഹാർ. ദെൻ സെക്കൻഡ് വൺ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന മെയിൻ റീജിയൻ മഹാരാഷ്ട്ര, പഞ്ചാബ്. ദെൻ ദ തേർഡ് വൺ ഈസ് ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന റീജിയൻ എവിടെയാണ്, ഉത്തർപ്രദേശ്. ദെൻ ടീ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത് ആസാം, കേരള. ജൂട്ട് ബംഗാൾ, വീറ്റ് പഞ്ചാബ്. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ക്രോപ്പുകൾ. ഏതെല്ലാം റീജിയനിലാണ് അത് കൃഷി ചെയ്തിരുന്നത് എന്നും എല്ലാവർക്കും മനസ്സിലായിരിക്കുമല്ലോ.
Now we can check turbulent indigo field. That means indigo revolt. Okay, all of you listen here. Students, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇൻഡിഗോക്ക് മാർക്കറ്റിൽ നല്ല വില ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇൻഡിഗോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് അന്ന് ഉണ്ടായിരുന്നില്ല. 18th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിലുണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈ ടെക്സ്റ്റൈൽ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമുണ്ടാക്കി, ഡെവലപ്മെൻ്റ് ഉണ്ടാക്കി. അതോടുകൂടെ ഈ ഇൻഡിഗോയുടെ ഡിമാൻഡും എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇന്ത്യയിൽ ഇൻഡിഗോ കൃഷി വ്യാപിപ്പിക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് ഒരു വലിയ തുക അഡ്വാൻസായി നൽകിക്കൊണ്ട് അവരെ കൊണ്ട് ഇൻഡിഗോ കൃഷി ചെയ്യിപ്പിച്ചു. സ്റ്റുഡൻസ്, all of you listen here. Indigo had high praise in the market during the British period. ബ്രിട്ടീഷ് പീരിയഡിൽ മാർക്കറ്റിൽ ഹൈ പ്രൈസ് ഉള്ള പ്രൊഡക്റ്റ് ആയിരുന്നു ഏത്? ഇൻഡിഗോ. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ഡൈയിങ്. ഇൻഡിഗോ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, ഡൈയിങ്ങിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ദർ വാസ് നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വാസ് യൂസ്ഡ് ദെൻ. With the Industrial Revolution in the 18th century in England, after that the textile industry gathered much momentum, or textile industry was developed. So the demand for indigo further increased. It was necessary for the British industrialists to get indigo plantations spread to more region in India. As part, they gave the farmers a good amount as advance. ഉയർന്ന നികുതി അടക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഫാമേഴ്സ് ഈ ബ്രിട്ടീഷുകാരുടെ പ്രലോഭനത്തിന് വഴങ്ങി അവർ ഇൻഡിഗോ കൃഷി ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം അഡ്വാൻസായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് ഇൻഡിഗോ കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. The farmers succumbed to the temptation of the company owners and widely planted indigo as they were in trouble with no other means to pay the heavy land tax. Each farmer who accepted the advance amount from the British was liable to plant indigo in a fixed portion of his land. The farmers were also compelled to cultivate it at the most fertile part of the agricultural land. അവരുടെ കൃഷിഭൂമിയുടെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഭാഗത്ത് കൃഷി ചെയ്യാൻ ഫാമേഴ്സ് നിർബന്ധിതരായി. സോ ദ ലാൻഡ് യൂസ്ഡ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ വാസ് ടു ബി റിസർവ്ഡ് ഫോർ ഇൻഡിഗോ പ്ലാന്റേഷൻ. അങ്ങനെ ഫുഡ് ഗ്രെയിൻ കൃഷി ചെയ്യേണ്ട സ്ഥലമെല്ലാം അവർ ഇൻഡിഗോ പ്ലാന്റേഷൻ കൃഷി ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. ഡ്യൂ ടു ദ ഇൻ്റർഫിയറൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ഏജന്റ് ഇൻ ദ ഹാർവെസ്റ്റിംഗ് സീസൺ, ദ ഫാമേഴ്സ് റിസീവ്ഡ് ഓൺലി ലോ പ്രൈസ് ഫോർ ഇൻഡിഗോ. എന്നാൽ വിളവ് എടുക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഏജൻറ്റുമാരുടെ ഇടപെടൽ കാരണം ഇൻഡിഗോക്ക് കുറഞ്ഞ വില മാത്രമേ കർഷകർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. Later, when the artificial colors were invented, indigo became obsolete. എന്നാൽ പിന്നീട് പെട്ടെന്ന് ആർട്ടിഫിഷ്യൽ കളേഴ്സ്, കൃത്രിമ കളറുകൾ കണ്ടെത്തിയതോടെ തുണികൾക്ക് നിറം നൽകാൻ ഇൻഡിഗോ ആവശ്യമില്ലാതെയായി. This made the condition of the farmers more miserable. They had to use much of their land for indigo cultivation. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും ഇൻഡിഗോ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ച കർഷകരുടെ അവസ്ഥ വളരെ ദുരിതത്തിലായി. So let's find up our class. Thank you. See you in the next class.